നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി ചലോ ബദലാവ് സരൂരി ഹേ എന്ന് വെച്ചാൽ ഡൽഹിയിലേക്ക് പോകാം, മാറ്റം അനിവാര്യമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തങ്ങളുടെ ദേശീയ പ്രക്ഷോഭത്തിനായി ഉയർത്തിയിരിക്കുന്ന പ്രധാന മുദ്രാവാക്യമാണ്. അതായത് കേന്ദ്രത്തിനെതിരെ സമരത്തിന് പുറപ്പെടുകയാണ് CPM. നല്ലത്. പക്ഷെ ഇതിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രത്തെയും തെറി വിളിക്കാൻ ഇവിടുന്ന് പോകാൻ വണ്ടി വേണം. അതിനുവേണ്ടി വാടകയ്ക്ക് എടുത്തിരിക്കുന്നതോ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനും. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ മാർച്ചിനായി ട്രെയിൻ വാടകയ്ക്കെടുക്കാൻ CPI 18 കോച്ചുള്ള ട്രെയിൻ മൊത്തമായി വാടകയ്ക്കെടുത്ത് ഡൽഹിക്ക് പോകാനാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അഡ്വാൻസ് ഇനത്തിൽ ഇതിനായി വേണ്ട 9 ലക്ഷം രൂപ പാർട്ടി റെയിൽവേക്ക് നൽകി. കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായാണ് പ്രത്യേക ട്രെയിൻ ബുക്ക് ചെയ്ത് ഇങ്ങനെ യാത്ര തിരിക്കുന്നത്. സെപ്റ്റംബർ 1-നാണ് CPIയുടെ ദേശീയതല പ്രതിഷേധ പരിപാടി ഡൽഹിയിൽ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് 1500 പേർ ഇതിൽ പങ്കെടുക്കും. ഇത്രയും പേർ ഒരുമിച്ച് പോകാൻ വേണ്ടിയാണ് വാടകയ്ക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 29-ന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രത്യേക ട്രെയിൻ 31-നാണ് ഡൽഹിയിലെത്തുന്നത്. തിരിച്ച് സെപ്റ്റംബർ 2-ന് പുറപ്പെട്ട് 4-ന് തിരുവനന്തപുരത്ത് എത്തും. അധിക വരുമാന മാർഗമെന്ന നിലയിലാണ് ഇതുപോലെ സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ ഓടിക്കുന്നത്. റൂട്ട്, യാത്രക്കാരുടെ എണ്ണം, സ്റ്റോപ്പ്, വേണ്ടിവരുന്ന സമയം, യാത്രയ്ക്ക് വേണ്ടിവരുന്ന ആകെ ചെലവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വാടക റെയിൽവേ നിശ്ചയിക്കുന്നത്. ഇത് കണക്കുകൂട്ടി CPI അറിയിച്ചിട്ടില്ല. ഏതായാലും ഡൽഹി ചലോ ബദലാവ് സരൂരി ഹേ എന്നതാണ് CPIയുടെ സമര മുദ്രാവാക്യം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 3-ാം ക്ലാസ് AC കമ്പാർട്ട്മെന്റുകളാണ് ഉണ്ടാവുക. 2 ബോഗി AC ഇല്ലാത്തത് മതിയെന്ന് CPI അറിയിച്ചിട്ടുണ്ട്. 2 ഇടത്ത് മാത്രമാണ് നിർത്തുക. അധികമായുള്ള ഓരോ സ്റ്റോപ്പിനും 25,000 രൂപയാണ് റെയിൽവേക്ക് നൽകേണ്ടത്. 10 ലക്ഷം രൂപ മുൻകൂറായി നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് 9,000 രൂപ ചിലവ് വരും. തമിഴ്നാട്ടിൽ നിന്ന് സമരക്കാരെ എത്തിക്കാൻ 2 ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തീവണ്ടി വാടകയ്ക്കെടുത്ത് സമരത്തിന് പോകുന്നത്. 2026 സെപ്റ്റംബർ 1-നാണ് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് നടത്തുന്ന കൂറ്റൻ റാലിക്കും പ്രക്ഷോഭ പരിപാടികൾക്കുമായാണ് ഈ പ്രചാരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 8 ആവശ്യങ്ങളാണ്. CPI കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന 8 പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. വിലക്കയറ്റം തടയുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അവസാനിപ്പിക്കുക, തൊഴിലവസരങ്ങൾ, യുവജനങ്ങൾക്ക് സ്ഥിരമായ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, വിദ്യാഭ്യാസവും ആരോഗ്യവും, സാർവത്രികമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും പൊതുവിദ്യാഭ്യാസവും ഉറപ്പാക്കുക, വനിതാ സംവരണ നിയമം ഉടനടി രാജ്യത്ത് നടപ്പിലാക്കുക, കർഷക സംരക്ഷണം, കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കാൻ നിയമപരമായ ഗ്യാരണ്ടി നൽകുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും തൊഴിൽ നിയമങ്ങൾ പരിപാലിക്കുകയും ചെയ്യുക, ബാലറ്റ് പേപ്പർ, ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായി വോട്ടിംഗിൽ ബാലറ്റ് പേപ്പർ പുനഃസ്ഥാപിക്കുക, പിന്നോക്ക വിഭാഗ നീതി, ദളിത് ഗോത്ര വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുടിയിറക്കലുകളും അവസാനിപ്പിച്ച് അവർക്ക് നീതി ലഭ്യമാക്കുക. ഇതാണ് 8 ആവശ്യങ്ങൾ. കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള വലിയൊരു ജനകീയ പ്രതിരോധമായി മാറ്റാനാണ് ഈ മുദ്രാവാക്യത്തിലൂടെ CPI ലക്ഷ്യമിടുന്നത്. ഇനി ഏതൊക്കെ നേതാക്കളാണ്, ദേശീയ നേതാക്കളും കേരളത്തിലുള്ള നേതാക്കളൊക്കെ ആയിരിക്കും യാത്രയിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ CPI പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു ട്രെയിൻ വിളിച്ചുകൊണ്ട് ഒരു ട്രെയിൻ മുഴുവനായിട്ട് തങ്ങളുടെ സമരം ചെയ്യുന്ന അണികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഡൽഹിക്ക് സമരം ചെയ്യാനായിട്ട് പോകുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യം ആദ്യമായി കേൾക്കുന്നത് കൊണ്ട് തന്നെ ട്രെയിൻ സർവീസുകൾ ഇത്തരത്തിൽ വാടകയ്ക്ക് ഈ സമരം ചെയ്യാനും മറ്റുമായിട്ട് കൊടുക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നിശ്ചിത തുക ഈടാക്കി ആർക്കും ട്രെയിൻ മുഴുവനായി വാടകയ്ക്ക് നൽകാറുണ്ട്. ഇതിനെ ഇന്ത്യൻ റെയിൽവേയുടെ നിയമപ്രകാരം, അതായത് FTR ഫുൾ താരിഫ് റേറ്റ് സേവനം എന്ന് വിളിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കോ വൻകിട കമ്പനികൾക്കോ തീർത്ഥാടകർക്കോ വിവാഹ പാർട്ടികൾക്കോ ഒക്കെ നിബന്ധനകൾക്ക് വിധേയമായി ട്രെയിൻ അല്ലെങ്കിൽ പ്രത്യേക കോച്ചുകൾ ഇങ്ങനെ ബുക്ക് ചെയ്യാം. വാടകയ്ക്ക് നൽകുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, വാണിജ്യപരമായ ബിസിനസ്.
റെയിൽവേ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായല്ല, മറിച്ച് തങ്ങളുടെ വരുമാന മാർഗമായ ഒരു വാണിജ്യ സേവനമായിട്ടാണ് കാണുന്നത്. ആര് പണം നൽകിയാലും നിയമപ്രകാരം അവർക്ക് ട്രെയിൻ അനുവദിക്കും. മുൻകൂർ തുക, ഒരു ട്രെയിൻ മുഴുവനായി ബുക്ക് ചെയ്യാൻ വലിയൊരു തുക മുൻകൂറായി നൽകണം. CPI തങ്ങളുടെ സമരത്തിനായി ഏകദേശം 10 ലക്ഷത്തിനടുത്ത് രൂപയാണ് റെയിൽവേക്ക് അഡ്വാൻസ് ആയി നൽകിയിരിക്കുന്നത്. ഇനി റെയിൽവേയുടെ പ്രധാന നിബന്ധനകളുണ്ട്. ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും കൊടുക്കുമെങ്കിലും ചില നിബന്ധനകൾ റെയിൽവേയും അങ്ങോട്ട് വെക്കുന്നുണ്ട്. കോച്ചുകളുടെ എണ്ണം, ഒരു പ്രത്യേക ട്രെയിനായി ഓടിക്കാൻ കുറഞ്ഞത് 18 കോച്ചുകൾ ഉണ്ടായിരിക്കണം. പരമാവധി 24 കോച്ചുകൾ വരെയാകാം. യാത്രാ ചിലവ്, സാധാരണ ടിക്കറ്റ് നിരക്കിനേക്കാൾ വലിയൊരു തുക സർവീസ് ചാർജും മറ്റു നികുതികളും ഉൾപ്പെടുത്തി റെയിൽവേ ഈടാക്കും. സമയം, യാത്ര പുറപ്പെടുന്നതിന് കുറഞ്ഞത് 30 ദിവസം മുമ്പെങ്കിലും IRCTC FTR പോർട്ടൽ വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. 3. കേന്ദ്ര അനുമതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ. സാധാരണയായി പണം നൽകിയാൽ ട്രെയിൻ അനുവദിക്കുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ റെയിൽവേ ഇത് നിരസിക്കാറുണ്ട്. കോച്ചുകളുടെ ദൗർലഭ്യം, ഉത്സവ സീസണുകളിലോ സാധാരണ യാത്രക്കാരുടെ തിരക്ക് കൂടുതലുള്ളപ്പോഴോ പ്രത്യേക ട്രെയിനുകൾക്ക് നൽകാൻ കോച്ചുകൾ ഇല്ലെങ്കിൽ അപേക്ഷ നിരസിക്കും. സാങ്കേതിക തടസ്സങ്ങൾ, ആവശ്യപ്പെട്ട റൂട്ടിൽ മറ്റു ട്രെയിനുകളുടെ തിരക്ക് കാരണം ഈ പ്രത്യേക ട്രെയിൻ ഓടിക്കാൻ സാധിക്കാതെ വന്നാൽ അനുമതി ലഭിക്കില്ല. ഉദാഹരണത്തിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് ഡൽഹി സമരത്തിനായി ആവശ്യപ്പെട്ടപ്പോൾ കോച്ചുകൾ ലഭ്യമല്ലെന്ന കാരണത്താൽ റെയിൽവേ അനുമതി നിഷേധിച്ചിരുന്നു. ചുരുക്കത്തിൽ ആവശ്യത്തിന് കോച്ചുകൾ ലഭ്യമാണെങ്കിൽ കൃത്യമായി പണം അടയ്ക്കുന്ന ആർക്കും, അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിയമപരമായി റെയിൽവേ ട്രെയിൻ വാടകയ്ക്ക് നൽകും. അതാണിപ്പോൾ CPIക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിനാണ് പുറപ്പെടുന്നത്, പക്ഷേ ഇതിനൊരു അധിക വരുമാനം എന്ന നിലയിലാണ് കേന്ദ്രം കാണുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയം ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ പറയുന്ന നിബന്ധനകളൊക്കെ പാലിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ട്രെയിൻ ഇവർക്ക് സർവീസിനായിട്ട് വാടകയ്ക്ക് നൽകുന്നത്.